ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മാമ്പഴ പുളിശ്ശേരിയാണ്. ഇപ്പം മാമ്പഴത്തിൻ്റെയൊക്കെ കാലമല്ലേ, അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വെക്കുന്ന രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നല്ല നാട്ടുമാങ്ങയാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ബിന്ദു ടീച്ചർ തന്നതാണ്. ആദ്യം നമുക്കിതൊന്ന് നല്ലതുപോലെ ചെത്തിയെടുക്കാം. ചെറിയ മാങ്ങയാണ്, പക്ഷെ നല്ല മണവും നല്ല കട്ടിയുമുണ്ട്. നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, നല്ല പഴുത്ത മാങ്ങ വേണം. അത് ഏത് മാങ്ങയും നമുക്കെടുക്കാം. 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 10 മാങ്ങയാണ് ഞാൻ എടുത്തത്, അതുകൊണ്ടാണ് അത്രയും തേങ്ങ എടുത്തത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇനി നമ്മളുടെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. അത് ഓപ്ഷണലാണ്, അത് വേണമെങ്കിൽ എടുത്താൽ മതി. പിന്നെ വേണ്ടുന്നത് 1 നുള്ള് കുരുമുളക്, ആവശ്യത്തിന് കറിവേപ്പില. ഇനി ആദ്യം നമുക്കിത് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അതിനകത്തുള്ള കറയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്കതൊരു ചവർപ്പ് വരും. നല്ലപോലെ അത് വാഷ് ചെയ്തതിന് ശേഷം ഒരു ചൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റാം. സാധാരണ നമ്മൾ കറച്ചട്ടിയിലാണിത് ചെയ്യുന്നത്. ഇത്ര ഏറെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം എടുത്തത്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മാമ്പഴം നല്ലതുപോലെ വെന്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട്, ഇനി ഈ പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് വരാം. ഞാൻ 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ ഇടികല്ലിലിട്ടൊന്ന് ചതച്ച് അതും കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തിളയ്ക്കണം. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യാം. ഉപ്പും പുളിയും മധുരവും ഒക്കെ ഉള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. ഈ സമയം കൊണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. തേങ്ങയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1/2 ടീസ്പൂൺ ജീരകവും കുറച്ച് കുരുമുളകും ഇട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മാങ്ങ നല്ലതുപോലെ തിളച്ച് ഈ വെള്ളം നല്ലതുപോലെ വറ്റണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഈ സമയത്ത് ശർക്കരപ്പാനി ചേർക്കുന്നവരും ഉണ്ട്. അരപ്പും ഇട്ട് ഇളക്കി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലതുപോലെ തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ 1 ബൗള് നല്ല കട്ട തൈരാണ് ഒഴിച്ചത്. തൈര് ഒഴിച്ചതിന് ശേഷം തിളയ്ക്കാൻ പാടില്ല. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവുണ്ട്. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില ഞാൻ നല്ലതുപോലെ കൈകൊണ്ട് ഞെരടി ഇടുന്നുണ്ട്, ആ ഒരു മണം വരാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുക് ഒന്ന് താളിച്ചിടാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട്, കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ കുറച്ച് വറ്റൽമുളകും നല്ലതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. അത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് ഒരു 5 മിനിറ്റ് ഈ കറി ഒന്ന് അടച്ചു വെക്കണം. അപ്പം നല്ല രുചികരമായ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെക്കുന്ന മാമ്പഴ പുളിശ്ശേരിയുടെ ഇൻഗ്രീഡിയൻസും രീതികളുമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ പല കൂട്ടുകാരും പല രീതിയിലായിരിക്കുമല്ലോ വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത് അതിൻ്റെ ചേരുവകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. പുതിയ വീഡിയോയുമായി വരുന്നിടം വരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി.